ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് വൺസ് അഗെയിൻ. സോ ഗൈസ്, എന്തായാലും SLC ഓണപരീക്ഷ മാത്സ് പരീക്ഷ കഴിയുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റ് ചെയ്യുകയുണ്ടായി, വിളിച്ചു പറയുകയുണ്ടായി. അപ്പോൾ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ മാത്തമാറ്റിക്സ് പരീക്ഷ അധികം കടുപ്പമാക്കിയില്ല, നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ എളുപ്പമായിരുന്നു എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പങ്കുവച്ചു. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പൊതുവേ നമുക്കറിയാം, മാത്സ് പലപ്പോഴും SLC പരീക്ഷ ആണെങ്കിലും അത് ക്രിസ്മസ് ആണെങ്കിലും ഓണപരീക്ഷയ്ക്കൊക്കെ കുറച്ച് കടുകട്ടിയാക്കുന്ന സ്വഭാവമുണ്ട്. അത് നിങ്ങളുടെ പഠന നിലവാരവും കൂടി വെച്ചിട്ടാണ്. പക്ഷേ പൊതുവെ ഇത്തവണ അത്ര കടുപ്പിച്ചില്ല. ഓണപരീക്ഷ എളുപ്പമായിരുന്നു എന്ന അഭിപ്രായങ്ങളാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ചാനലിലും ഇന്നലെ തന്നെ കൂൾ ഓഫ് ടൈമിൻ്റെയും മറ്റ് ചില സ്റ്റഡി ട്രിക്സും ടിപ്സും ആയിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് അതിൽ നിന്ന് കുറച്ചെങ്കിലും പ്രയോജനം ഉണ്ടായി എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾ, അതായത് വരാൻ പോകുന്നത് മലയാളമാണ്, മറ്റ് ഫിസിക്സ്, കെമിസ്ട്രി പോലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്. സോ അതിനെല്ലാം ഇനി അങ്ങോട്ട് ഈ ഒരു ഓണപരീക്ഷ ടൈമിൽ പെട്ടെന്ന്, അതായത് നിങ്ങൾ പഠിച്ച് വളരെയധികം പഠിച്ചു പോയവരായിരിക്കാം, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരായിരിക്കാം, ഏത് ലെവലിൽ നിൽക്കുന്നവർക്കും ഈ ചെറിയ ട്രിക്സും ടിപ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഓണപരീക്ഷയുടെ മാർക്കിൻ്റെ ഗ്രാഫ് ലെവല് കുറച്ചുകൂടി ഹൈ ആക്കാൻ പറ്റും. അതിനുള്ള സപ്പോർട്ടാണ് ഞങ്ങൾ തരുന്നത്. എന്തായാലും ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മറക്കണ്ട, കമൻറ്റ് ചെയ്തിട്ട് പോകണം. അതോടൊപ്പം ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കും വീഡിയോകൾക്കും ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ മാത്സ് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? നിങ്ങളുടെ ഫ്രണ്ട്സിന് എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് അഭിപ്രായം? എങ്ങനെയുണ്ട് 10ാം ക്ലാസ്സിലായിട്ട് ആദ്യത്തെ ഈ ഒരു ടെർമിനൽ എക്സാം എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ പഠിക്കണം.